അബുദാബിയിലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് റോഡിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അതായത് ഫാസ്റ്റ് ട്രാക്ക്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ട്രാക്കിൽ പോകുന്ന സമയത്ത് സ്പീഡ് യാതൊരു കാരണവശാലും 120 km/h താഴെ വരാൻ പാടില്ല. അങ്ങനെ ആ ഒരു മിനിമം സ്പീഡ് ലിമിറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് താഴെ വന്നു കഴിഞ്ഞാൽ 400 ദിർഹംസ് ആണ് ഫൈൻ കൊടുക്കേണ്ടി വന്നിരുന്നത്. ഈ ഒരു നിർദ്ദേശം ഇന്നു മുതൽ ഏപ്രിൽ 14 മുതൽ അത് എലിമിനേറ്റ് ചെയ്തിരിക്കുന്നു, അത് നീക്കം ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അബുദാബി മൊബിലിറ്റി അറിയിക്കുന്നത്. ഈ ഒരു ഏരിയയിലെ സൈൻ ബോർഡ്സിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു മിനിമം സ്പീഡ് ലിമിറ്റ് നിർദ്ദേശങ്ങളെല്ലാം തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇത് 2023 ഏപ്രിൽ മാസത്തിലാണ് ഇങ്ങനൊരു നിർദ്ദേശം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ട്രാഫിക് സ്മൂത്ത് ആക്കാനും കൺജഷൻസ് കുറയ്ക്കാനും കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് ഡ്രൈവ് ചെയ്യാനൊക്കെ ലക്ഷ്യം വെച്ചിട്ടാണ് ഇങ്ങനൊരു നിർദ്ദേശം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ പലപ്പോഴും ഈ 2 ലൈനിലൂടെ ഡ്രൈവ് ചെയ്യുന്നതിനിടയ്ക്ക് നമ്മുടേതല്ലാത്ത കാരണങ്ങളാൽ ചില സമയങ്ങളിൽ നമ്മുടെ വാഹനത്തിന്റെ സ്പീഡ് 120 km/h താഴെ വരികയും ഫൈൻ കൊടുക്കേണ്ടി വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ ഞാൻ പലപ്പോഴും അബുദാബിയിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് 3rd or 4th ട്രാക്കാണ് പിടിക്കാറുള്ളൂ. പലർക്കും ഫൈൻ കിട്ടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുതിയ നിർദ്ദേശത്തെ, അബുദാബി മൊബിലിറ്റിയുടെ ഈ ഒരു പുതിയ അനൗൺസ്മെന്റിനെ എല്ലാവരും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എനിക്ക് അറിയാനുള്ളത് ഒരു കാര്യമാണ്, ആർക്കൊക്കെയാണ് ഈ ഒരു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ട്രാക്കിൽ 120 താഴെ ഡ്രൈവ് ചെയ്തതിന്റെ പേരിൽ ഫൈൻ കിട്ടിയിട്ടുള്ളത്? ഒന്ന് കമന്റ് ചെയ്യും.